ഹലോ ഗൈസ്, നമ്മുടെ വീഡിയോ ഇന്ന് എങ്ങോട്ടാ പോകുന്നതെന്ന് ഗസ് ചെയ്യാമോ? വേണ്ട, ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട, ഞാൻ തന്നെ പറയാം. അതിനു മുമ്പ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സെക്കൻഡറി പാലിയേറ്റീവ് കെയർ യൂണിറ്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? രോഗങ്ങൾ ബാധിച്ച് പല കാരണത്താൽ കിടപ്പിലായ രോഗികളുടെ സ്വാന്തന യൂണിറ്റാണ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ്. ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. ഇത്തവണ ക്രിസ്മസ് പ്രമാണിച്ച് അത്യാവശ്യം യാത്ര ചെയ്യാൻ കഴിയുന്ന, പിടിച്ചൊക്കെ നടക്കാൻ കഴിയുന്ന രോഗികളെയും കൊണ്ടൊരു ട്രിപ്പ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഇനി അടുത്ത ചോദ്യം, പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം എന്ന് ചോദിക്കുന്നത് പോലെ നിനക്കെന്താണ് ഇവിടെ കാര്യം എന്നല്ലേ? ഇതാണ്, എൻ്റെ അച്ഛനെ അങ്ങ് പാലിയേറ്റീവിലാ. അപ്പം നിങ്ങൾ കരുതും അവിടെ എന്ത് ജോലിയാണെന്ന്. വീണ്ടും ട്വിസ്റ്റോട് ട്വിസ്റ്റ്. എൻ്റെ അച്ഛനും ഒരു പാലിയേറ്റീവ് പേഷ്യൻ്റാണ്. 1.5 വർഷം മുമ്പ് സ്ട്രോക്ക് വന്നിട്ട്. ഇനി എൻ്റെ കഥയല്ലല്ലോ ഇവിടുത്തെ വിഷയം. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. പന്തളം തുമ്പമൺ, പന്തളം തെക്കേക്കര, ഈ 2 ആരോഗ്യ കേന്ദ്രത്തിനും കീഴിലുള്ള രോഗികളും അവരുടെ ബൈസ്റ്റാൻഡർമാരും പിന്നെ ഹെൽത്തുകാരും ചേർന്നൊരു ട്രിപ്പ്. ആദ്യം തന്നെ പറയട്ടെ, കിഡിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതെൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്ന കുറേ വാചകങ്ങളാണെങ്കിൽ പോലും സത്യം പറയാലോ, ഓരോ രോഗികളുടെയും മുഖത്തൊരു പുത്തൻ ഉണർവായിരുന്നു. ബസ്സിനുള്ളിൽ വെച്ച് തന്നെ പാട്ട് പാടിയും പറഞ്ഞും എന്തൊരു ഓളമായിരുന്നു. നമ്മളൊക്കെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ യാത്ര പോകുന്ന അതേ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു ഇതിനുള്ളിലുള്ള ഓരോ പേഷ്യൻസിനും. ആദ്യം പോയത് കൃഷ്ണപുരം കൊട്ടാരത്തിലേക്കാണ്. ഇന്ന് പോകുന്ന 2 സ്പോട്ടുകളും ഞാൻ മുന്നേ പോയിട്ടുള്ളതാണ്. ഒരു പക്ഷേ എൻ്റെ വീഡിയോയിലൂടെയൊക്കെ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഇന്ന് ഇവരോടൊപ്പമുള്ള യാത്രയിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്ന സ്ഥലം പോലെ ഒരു കൗതുകമായിരുന്നു എനിക്ക്. കൃഷ്ണപുരം കൊട്ടാരത്തിൽ നിന്ന് നേരെ ഞങ്ങൾ ഓച്ചിറയിലുള്ള ഏഷ്യൻ കഫേയിൽ ഫുഡ് കഴിക്കാൻ പോയി. അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ കഫേ, പറയാണ്ട് വയ്യ. കാരണം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. നമ്മുടെ നാടൻ ചോറ്, സാമ്പാർ, പരിപ്പ്, മീൻ കറി, പിന്നെന്താണ് അവിയൽ, തോരന്, അച്ചാറ്, അടപ്രഥമനൊക്കെ കൂട്ടി അടിപൊളി ഒരു ഊണ്. എല്ലാവരും ഫാമിലി പോലെ തന്നെ നമ്മൾ തന്നെ വിളമ്പി മറ്റുള്ളവർക്കൊക്കെ വിളമ്പി കൊടുത്ത് ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ചു. ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവർക്കും. കാരണം എന്താണെന്നറിയോ, ഇവർ നമ്മളെപ്പോലെ എപ്പോഴും ഈ സുഖമില്ലാത്തവർ വീട്ടിൽ ഇരിക്കുന്നവരെ നമ്മളെപ്പോലെ എപ്പോഴും പുറത്തിറങ്ങിയൊന്നും പോകുന്നില്ലല്ലോ. അവർക്ക് ആകെ കിട്ടിയൊരു ചാൻസ് ആയിരുന്നു ഇത്. എൻ്റെ അച്ഛനൊക്കെ ഈ വണ്ടി അടൂര് ഭാഗങ്ങളിലൂടെ ഇങ്ങനെ പോയപ്പോൾ പറയാണ്, ഞാൻ പണ്ട് ഇവിടേക്ക് എന്ത് നടന്നൊരാളാണ് കേട്ടോ എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ, സത്യം പറഞ്ഞ് എൻ്റെ മനസ്സ് നിറച്ചു. ഇനിയാണ് യാത്രയുടെ യഥാർത്ഥ സൗന്ദര്യം. നേരെ എവിടേക്കാ? അങ്ങ് അഴീക്കൽ ബീച്ച് എന്ന് പറയുമ്പോഴേ നമുക്കൊരു വല്ലാത്ത ഹാലിളകുമല്ലോ. എനിക്കങ്ങനെയാണ് കേട്ടോ. കടൽ തിരമാലയൊക്കെ കണ്ട പിന്നെ ഞാനല്ല. അഴീക്കൽ ബീച്ചിൽ ഞങ്ങൾ എത്തിയ സമയം പക്ഷെ അത്ര നല്ലൊരു സമയമല്ല. കാരണം നല്ല കിടിലൻ വെയിലുള്ള സമയമാണ്. പക്ഷേ എന്നാലും നമ്മൾ നമ്മുടെ എല്ലാ പേഷ്യൻസിനെയും അത്യാവശ്യം തണലുള്ളവിടെ നോക്കി അവിടെ ഇരുത്തി. കാരണം ഇവർക്ക് നമ്മളെപ്പോലെ നടന്നു വരാനെ കൊണ്ടുള്ളൊരു മെൻറ്റാലിറ്റിയും ഇല്ല, കഴിവുമില്ല. ഒന്നുകിൽ 1-2 പേരുടെ ഹെൽപ്പോടുകൂടി നടക്കുന്നവരാണ്. സ്ട്രോക്ക് വന്ന ആളുകളുണ്ട്, ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്. അങ്ങനെ പല മെൻറ്റാലിറ്റിയും പല ഫിസിക്കൽ കണ്ടീഷനും ഉള്ളവരാണ്. അതുകൊണ്ട് അവരെ നമുക്ക് നമ്മളെപ്പോലെ നടത്തിച്ചു കൊണ്ടുവരാൻ അത്ര പോസിബിൾ അല്ല, പ്രത്യേകിച്ച് വെയിലായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ തണലത്തിരുത്തി. കൂടെ നമ്മുടെ ഡോക്ടർ മാഡം അവരോടൊപ്പം, ആൻസി മാഡം അവരോടൊപ്പം ഇരുന്നു. പക്ഷെ ഞങ്ങളൊക്കെ അതിനിടയ്ക്കൂടെ തിരമാലയിൽ കളിക്കാനും ചാടാനും അറിയാനും ഒക്കെ പോയായിരുന്നു, അത് വേറെ കാര്യം. എന്നാലും ഇവിടെ ഈ തീരത്തിരുന്നു കൊണ്ട് തിരയും തീരവും ഒക്കെ കണ്ട്, കടൽക്കാറ്റേറ്റ് ആളുകളെയൊക്കെ കണ്ട് അവരുടെ വർഷങ്ങൾക്ക് മുമ്പുള്ള നല്ല സമയങ്ങളെ അവർ ഓർത്ത് കാണും. ഇതും ജീവിതത്തിലെ നല്ല സമയം തന്നെ. രോഗം എപ്പോൾ ആർക്ക് വേണേലും വരാലോ അല്ലേ? പക്ഷെ ആ സമയത്തെ നമ്മൾ എങ്ങനെ മറികടക്കുന്നു അല്ലേ? ഏതൊക്കെ വിധത്തിൽ പലവിധ ആക്ടിവിറ്റീസിലൂടെ മറികടക്കാം. അതിന് ഒരു വലിയ ഉദാഹരണമാണ് നമ്മുടെ ഈ ഒരു പാലിയേറ്റീവ്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാനും കുറച്ച് പേരോട് നമ്മുടെ കടലിൻ്റെ സൈഡിലിട്ടിരിക്കുന്ന പാറക്കഷ്ണങ്ങളുടെ മുകളിലൂടെ ഇങ്ങനെ മത്സര നടത്തമൊക്കെ നടത്തി. മെയിൽ നേഴ്സായിട്ടുള്ള ഷമീർ ഏട്ടനും ഞാനും കൂടെ ആയിരുന്നു മത്സരം. വേഗത്തിൽ നടന്ന് ജയിക്കുന്നത് ആരാണെന്നായിരുന്നു ബെറ്റ്. മാത്രമല്ല അതിൻ്റെ ഇടയ്ക്ക് അവർ പറഞ്ഞു, ഈ ബോയ്സിന് മാത്രമേ പാറക്കഷ്ണങ്ങളിലൂടെ സ്പീഡിൽ നടന്നു വരാൻ പറ്റൂ, ഗേൾസിന് പറ്റില്ല എന്ന്. അങ്ങനെ അത് ഏറ്റുപിടിച്ച് ഞങ്ങൾ തമ്മിൽ മത്സരമൊക്കെ നടത്തി. പക്ഷേ ഷമീറേട്ടൻ വിചാരിക്കുന്നുണ്ട് ഈ പെങ്കൊച്ചി ഇതും വിളിച്ച് പറഞ്ഞു എന്ന്. എന്നാലും വേണ്ടില്ല. അങ്ങനെയൊക്കെ ഞങ്ങൾ കുറേ എൻജോയ് ഒക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കിന് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു തന്നു കേട്ടോ. നടന്നതിൻ്റെ ക്ഷീണം മാറ്റാൻ എനിക്ക് ഐസ്ക്രീമൊക്കെ അവർ വാങ്ങിത്തന്നു. എന്നിട്ട് ഷമീറേട്ടൻ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, ഇന്ന് രാത്രി നീ എന്നെ ഓർക്കും, കാരണം നിൻ്റെ കാലിന്ന് വേദന കൊണ്ട് എന്തായാലും എന്നെ നീ മറക്കില്ല എന്ന്. സത്യമായിരുന്നു. അന്ന് രാത്രി എനിക്ക് വേദന കൊണ്ട് വയ്യായിരുന്നു.
അങ്ങനെ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞതോടുകൂടി ഞങ്ങൾക്ക് തിരികെ വരാൻ തിരക്ക് കൂട്ടി. കാരണം സുഖമില്ലാത്ത ആളുകളെ കൊണ്ടാണ് പോയേക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം ലിമിറ്റുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാളെയും കൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നു. ഇതാണ് നമ്മുടെ ദിവ്യ സിസ്റ്റർ. കാണാൻ സുന്ദരി എന്ന പോലെ മനസ്സും സുന്ദരമാണ്. സെക്കൻഡറി പാലിയേറ്റീവിലെ ഫിസിയോതെറാപ്പിസ്റ്റ്. പുള്ളിക്കാരി ഓരോ രോഗികളെയും ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ രോഗികൾക്കും കൊടുക്കുന്ന ഒരു ആശ്വാസം അത് ചെറുതല്ല. അവർ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളുടെ വീട്ടിലെ ഒരു അംഗമാണ് എന്നാണ് ഓരോ പേഷ്യൻസും കരുതുന്നത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. അങ്ങനെ തിരികെ ബസ്സിലേക്ക് കയറുമ്പോൾ മനസ്സ് വല്ലാണ്ട് നിറഞ്ഞിരുന്നു. തിരികെ വരും വഴിയിൽ ഞങ്ങൾ ചായയും കടിയും ഒക്കെ കഴിക്കാൻ വീണ്ടും ഇറങ്ങി. ഒരു കാര്യം പറയട്ടെ, ഈ യാത്രയിൽ ഞങ്ങൾ ആരും തന്നെ ആരുടെയും വേദനകളോ ദുരിതങ്ങളോ ഷെയർ ചെയ്തതേയില്ല. പകരം കുട്ടികളെ പോലെ ആർത്തുല്ലസിച്ച് പാട്ടുപാടി അഭിപ്രായങ്ങൾ പറഞ്ഞ് തികച്ചും ഇതിനെ ഒരു കുടുംബം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പ് എനിക്കും പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എല്ലാവരും പല പല ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവർ, പല പേരൻസുകളാണ്, എല്ലാം വയ്യാതായ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അവരുടെ ഇമോഷൻസിനനുസരിച്ച് പല കാര്യങ്ങളും നമുക്ക് ഒന്ന് മനസ്സിലാക്കാനായിട്ടൊക്കെ പറ്റി. പുതിയൊരു എക്സ്പീരിയൻസ്, നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നതിനും വ്യത്യസ്തമായൊരു അനുഭവം. എനിവേ, നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാ വീഡിയോയ്ക്കും പറയുന്ന പോലല്ല, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ. കാരണം എവിടെയെങ്കിലും പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അവരിങ്ങനൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കതൊരു പ്രചോദനമാകട്ടെ. കാരണം ഹൈ റിസ്ക് ഉള്ളൊരു പ്രോഗ്രാം ആയിരുന്നു ഇത്. അത്രയും മെഡിസിനൊക്കെ എടുക്കുന്ന ആളുകളെയും കൊണ്ടൊരു ലോങ് ട്രിപ്പ് പോകുക എന്ന് പറഞ്ഞാൽ നല്ല റിസ്ക്കാണ്. അപ്പോൾ അത് ഏറ്റെടുത്ത് ചെയ്ത ഈ ഒരു അവരുടെ ഒരു കഴിവിനെ മറ്റുള്ളവരെ അറിയുമ്പോൾ അവർക്കും കൂടെ അങ്ങനെ ചെയ്യാനൊന്ന് തോന്നട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ. പോരാതെ നിങ്ങളുടെ കമൻറ്റ്, എനിക്ക് നിങ്ങളുടെ കമൻറ്റ് വേണം. അതാണ് എൻ്റെ എനർജി, എനിക്ക് വീണ്ടും ചെയ്യാനുള്ളൊരു മനസ്സ്. അതുകൊണ്ട് കമൻറ്റ് ഇടണം, ലൈക്കും ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നതായിരിക്കും. സോ ഇത് നമ്മുടെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഞാൻ ക്രിസ്മസിൻ്റെ അന്ന് രാവിലെയാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരിത്തിരി തെറ്റി, കുറച്ച് മാറിപ്പോയി. എന്തായാലും നല്ലൊരു വർഷവും കൂടെ എല്ലാവർക്കും നേർന്നുകൊണ്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.